ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2018 മുതൽക്കേ തന്നെ കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളെയും വീട്ടമ്മമാരെയും ഒക്കെ പറ്റിച്ച ഒരു കമ്പനിയാണ് ഫിജി കാർട്ട്. അതുപോലെ തന്നെ ഒരുപാട് പാവങ്ങളെയും പണക്കാരെയും ഒരുപോലെ പറ്റിച്ച കമ്പനിയാണ് ഹൈറിച്ച് എന്ന് പറയുന്നത്. 2023 ഡിസംബർ 7-ാം തീയതി ഫിജി കാർട്ട് ഹൈറിച്ച് അതിൻ്റെ പരിപാടി നിർത്തലാക്കിയിരിക്കുകയാണ്. അത് ഗവൺമെൻറ് തന്നെ ഇടപെട്ട് അത് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ 13 മാസമായിട്ട് ആർക്കും തന്നെ വരുമാനം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേസ് വൈകിപ്പിക്കാനുള്ള എല്ലാ നടപടികളുമായിട്ടാണ് ഹൈറിച്ചിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫിജി കാർട്ട് ആണെങ്കിൽ 2023 തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ മാനേജ്മെൻറ്റ് വിഘടിച്ചതോടുകൂടി അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തീർന്ന മട്ടാണ്. എങ്കിലും കുറച്ച് ആൾക്കാർ ഇപ്പോഴും കോടിപതികളാവും, വൻ വരുമാനം കിട്ടും, ഡെയിലി 30,000 കിട്ടും എന്നൊക്കെ വിചാരിച്ച് ഇപ്പോഴും അതിൻ്റെ പുറകെ പോകുന്നുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. എന്നാൽ പറഞ്ഞു വരുന്നത് ഇതല്ല. ലക്ഷക്കണക്കിന് ആൾക്കാരെ പറ്റിച്ച 2 മുതലാളിമാരും ഒരു ജയിലിലായി എന്നുള്ളതാണ്. ഇന്ന് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതോടുകൂടി ബോബി ചെമ്മണ്ണൂരും കാക്കനാട് ജയിലിൽ അടച്ചിരിക്കുകയാണ്. 2024 ജൂലൈ 4-ാം തീയതി മുതൽ ഒരുപാട് ആൾക്കാരെ പറ്റിച്ച 3100 കോടിയുടെ കേരളത്തിലെ ഏറ്റവും വലിയ മണി ചെയിൻ ചെയ്ത കമ്പനി മുതലാളി കാക്കനാട് ജയിലിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെ പറ്റിച്ച 2 മുതലാളിമാർ ഒരേ ജയിലിൽ ആയി എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ബൈ.